ഹലോ. നമുക്ക് നമ്മുടെ നാട്ടിൽ തീരെ പരിചയമില്ലാത്തൊരു കാഴ്ചയാണ് ഈ പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു റോബോട്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പല ഹോട്ടലുകളിലും ഒക്കെ സെർവ് ചെയ്യുന്നത് ഈ റോബോട്ടുകളാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമായിട്ടില്ല. അപ്പം ഞാൻ പാലക്കാട് കോങ്ങാട് ഒരു ആവശ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് പോയ വഴിയിൽ കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ കണ്ട ഒരു കാഴ്ചയാണിത്. അവിടെ ഒരു പയ്യൻ ഈ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ റോബോട്ടിനെ അവിടെ ഇറക്കി പല രീതിയിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുകയും സല്യൂട്ട് ചെയ്യുകയും ഫ്ലൈയിങ് കിസ് കൊടുക്കുകയും ആളുകളെ ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച കാണാനിടയായി. കൗതുകം തോന്നി ഞാനത് ഷൂട്ട് ചെയ്തു. അത് നിങ്ങൾക്കായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ ഭാവിയിൽ നമുക്ക് ഇതിനെ പല രീതിയിലും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പം ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് ഭാവിയിൽ ഇനിയിപ്പോൾ ട്രാഫിക് പോലീസൊക്കെ വേണോ എന്ന് തന്നെ ആലോചിക്കേണ്ടി വരും. ഇവർ അതിൻ്റേതായ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ട്രാഫിക് നിയന്ത്രിക്കുക. ഈ ആളാണ് ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇതിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ അവരുടെ കമ്പനിയിൽ ചെറിയ രീതിയിൽ നിർമ്മാണമുണ്ട്. പക്ഷേ ഈ റോബോട്ട് വന്നിട്ട് ഇമ്പോർട്ട് ചെയ്തതാണെന്ന് പറയുന്നു. പല രീതിയിലുള്ള അവരുടെ ഒരു പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ടും പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും ആണ് ഇതിനെ ഇറക്കി നോക്കുന്നത്. അപ്പോൾ അവർ ഭാവിയിൽ പല രീതിയിലും ഇതിനെ ഉപയോഗിക്കാനായിട്ടാണ് അവരുടെ ഐഡിയ. എന്തായാലും വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ പലയിടത്തും ഇതിൻ്റെ ഭാഗമായിട്ട് പലരും ഇതിപ്പം വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരേ തരത്തിലുള്ള റിപ്പീറ്റ് വർക്കുകളെല്ലാം ഇതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഈസിയായിട്ട് ചെയ്യും. മാനുഷികമായിട്ട് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായും ആക്യുറേറ്റായിട്ടും ഒക്കെ ചെയ്യും. അവർക്ക് റെസ്റ്റ് വേണ്ട, വെള്ളം കുടിക്കേണ്ട, അവർക്ക് ആഹാരം കഴിക്കേണ്ട, ഇൻ്റർവെൽ വേണ്ട, മൊബൈൽ നോക്കണ്ട. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നോക്കാണ് കൂടുതൽ മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി, അറിയാമല്ലോ. അപ്പോൾ ഇവർക്ക് മൊബൈലൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരേ കണക്കിന് ജോലി ചെയ്യും. ഗേറ്റ് അടപ്പ് തുറപ്പ്, പിന്നെ ട്രാഫിക് നിയന്ത്രണങ്ങൾ, ഇങ്ങനെയുള്ള റൊട്ടീനായിട്ടുള്ള വർക്കുകളെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അത് പ്രോഗ്രാം ചെയ്യുന്നത് പോലെ ഇരിക്കും. നമ്മുടെ രാജ്യത്ത് വലിയ വ്യവസായശാലകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഉടനെ നമ്മുടെ നാട്ടിലും ഇത് സർവീസിന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം.